ഹലോ എവരിവൺ. വിസി എന്നുള്ള മാൽവെയറിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത വൈറസ് അഥവാ മാൽവെയറാണ് ലോഗോഫെയിൽ മാൽവെയർ. ഈ പറയുന്ന ലോഗോഫെയിൽ മാൽവെയർ എന്നുള്ളത് ഇത് ചെയ്യുന്ന കാര്യം കേൾക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും അത് തരുന്ന പണി അത്യാവശ്യം നല്ല പണി തന്നെയാണ്. 2023 ഡിസംബറിലാണ് ലോഗോഫെയിൽ എന്ന മാൽവെയർ ഇന്റർനെറ്റിൽ ആർട്ടിക്കിളുകളുടെ രൂപത്തിൽ വന്നു കയറിയത്. ബൈനറി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഈ മാൽവെയറിന്റെ വർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ പുറത്തു വിട്ടത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കോഡാണ് ബയോസ് എന്നുള്ളത്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ ബയോസ് ഉപയോഗിച്ചാണ് നമ്മൾ പെൻഡ്രൈവ് ബൂട്ട് ചെയ്യാൻ വരുന്നത്. ഓവർക്ലോക്കിംഗ് പോലുള്ള രീതികളെല്ലാം ഈ ബയോസ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ ബയോസ് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. ചിലർ അവരുടെ സ്വന്തം ലോഗോ സിസ്റ്റം ഓണായി വരുമ്പോൾ കാണിക്കാൻ വേണ്ടി അതിൽ കുറേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യും. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ മാൽവെയർ നമ്മുടെ ബയോസിനുള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ ആ ലോഗോ ഏതാണെന്നുള്ളത്. ഇൻഫെക്റ്റഡ് കോഡുള്ള ഇമേജ് ഫയൽ വെച്ച് നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോയെ റീപ്ലേസ് ചെയ്യും. ഈ റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഇമേജ് രണ്ടാമത് എപ്പോഴെങ്കിലും റീസ്റ്റാർട്ട് ആവുന്ന സമയത്ത് ആ കോഡ് റൺ ആവുകയും അങ്ങനെ നമ്മുടെ ബയോസ് ഹാക്ക് ആവുകയാണ് ചെയ്യുന്നത്. അല്ല, അന്നേരം ഒരു സംശയം വരും, എങ്ങനെയാണ് ഈ ഇമേജ് റീപ്ലേസ് ആവുന്നതെന്ന്. അതായത് നമ്മുടെ ബയോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് പാർസർ, അതായത് ഇമേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡുണ്ട്. എന്നാൽ ഈ കോഡിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. എന്നാൽ ഈ കോഡ് തന്നെയാണ് എല്ലാ ബയോസ് മാനുഫാക്ചറുകളും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ മാൽവെയർ ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞ് എപ്പോഴും നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യാന്ന് വെച്ചോ, അന്നേരം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ ബയോസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ ബ്രാൻഡ് ലോഗോ ബൂട്ട് ചെയ്യുന്നതിന് പകരം ഈ റീപ്ലേസ് ചെയ്യപ്പെട്ട വൈറസ് ഉള്ള ആ ഇമേജ് അങ്ങ് ലോഡ് ചെയ്യും. ആൻഡ് ലിറ്ററലി ദ ഫേംവെയർ ഇസ് ഹാക്ഡ്. പിന്നെ ഒരു സംഭവം, ഇത് ബയോസ് ആയതുകൊണ്ട് ആ സിസ്റ്റത്തിൽ തന്നെ അത് എംബഡായി പോവുകയും പിന്നീട് എപ്പോഴും നമ്മൾ ഡിസ്ക് ഫോർമാറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ഡിസ്കിൽ നിന്ന് പോകത്തില്ല. അപ്പോഴും ഒരു ചോദ്യം കിടക്കും, നമ്മുടെ സിസ്റ്റത്തിൽ ഈ സെക്യൂർ ബൂട്ട് എന്നൊരു ഓപ്ഷൻ ഇല്ലേന്ന്. സെക്യൂർ ബൂട്ട് ഉണ്ട്. സെക്യൂർ ബൂട്ട് എന്നുള്ളത് ഒരു സിമ്പിൾ ടെക്നോളജിയാണ്. അതായത് നമ്മൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബയോസ് ഫയൽ ഒരു തരത്തിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ടൂൾ മാത്രമാണ് ഈ പറയുന്ന സെക്യൂർ ബൂട്ട്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭാഗങ്ങൾ ചെക്ക് ചെയ്യാതെ വിടുന്നതുകൊണ്ട് അവിടെയാണ് ഈ ഇമേജ് ഫയലും കിടക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ, ആം ഐ വൾണറബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ഇതിൻ്റെ രീതികൾ മാത്രമേ എനിക്കിപ്പോഴും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും രണ്ട് കാര്യം പറയാം. ആപ്പിളിൻ്റെ മാക് കമ്പ്യൂട്ടറുകൾ ഒരിക്കലും വൾണറബിൾ അല്ല ഈ ഒരു മാൽവെയറുമായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പിൾ സിലിക്കൺ പ്രോസസ്സറെല്ലാം UEFI അല്ല യൂസ് ചെയ്യുന്നത്, അതായത് ബയോസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇൻ്റൽ പ്രോസസ്സർ ഉപയോഗിക്കുന്ന മാക് അല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇമേജ് ഫയൽ എപ്പോഴും നിർബന്ധമായും ചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ആണ് അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ മാക് വൾണറബിൾ അല്ല. അത് മാത്രമല്ല, നമ്മൾ ഡെൽ എന്നുള്ള ബ്രാൻഡിൻ്റെ ചില കമ്പ്യൂട്ടറുകളും ഈ പറയുന്ന മാൽവെയറിന് വൾണറബിൾ അല്ല എന്നാണ് പറയുന്നത്. അവരൊരു അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അത് സെക്യൂർ ബൂട്ട് അല്ല, പക്ഷേ ഇൻ്റൽ ബൂട്ട് ഗാർഡ് എന്നുള്ളതാണ് ആ ടെക്നോളജിയുടെ പേര്. ഈ ഇൻ്റൽ ബൂട്ട് ഗാർഡ് എന്നുള്ള ആ ടെക്നോളജി മിക്ക കമ്പ്യൂട്ടറുകളിലും സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഡെല്ലാണ് അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമേജ് ഫയലും ഈ ബൂട്ടിംഗ് പ്രോസസ്സിൽ ചെക്ക് ചെയ്യണം എന്ന് കോൺഫിഗർ ചെയ്തേക്കുന്നത്. ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രൊട്ടക്റ്റ്. എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ ഈ പറയുന്ന മാൽവെയറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും ചെയ്യേണ്ട, ബയോസിനെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ ബയോസ് ഇൻസ്റ്റാളേഷൻ ഒരു ടഫ് പ്രോസസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നല്ലൊരു ടെക്നീഷ്യൻ്റെ ഹെൽപ്പ് തേടാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രാന്തരായ നിങ്ങളുടെ കൂട്ടുകാരനെ സമീപിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. Let's go.